വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ് സുഹൃത്തുക്കളെ. സോ എവിടെയാന്ന് വെച്ചാൽ എവിടാ? സാമ്പ്രാണിക്കൊടി. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോകട്ടെ. സാമ്പ്രാണിക്കൊടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ കാത്തു ചേച്ചി ഫാമിലി, നമ്മൾ ഫാമിലി, കുട്ട ചേച്ചി ഫാമിലി, ഇത്ര പേരുമാണ് പോകുന്നത്. സോ ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 6:30 എഴുന്നേറ്റിട്ട് 8:30 പോകുന്നെന്ന് പറഞ്ഞിട്ട് 9:30 ആവാൻ പോകുന്നത്. ഇപ്പോഴും കാത്തു ചേച്ചി വന്നിട്ടില്ല ഗൈസ്. കാത്തു ചേച്ചി ഇന്നലെ പറഞ്ഞ് നമുക്ക് കറക്റ്റ് 8:30 ആകുമ്പോൾ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് 9:25 എന്നിട്ടും അവർ ഇതുവരെ വന്നിട്ടില്ല. സോ ഇറക്കാൻ പറ്റും. അതുകൊണ്ട് കുട്ടു ഫോൺ ചെയ്യുന്നു കാത്തു ചേച്ചിയെ. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളിത് കാണുക. നമ്മുടെ അതിരി പൊന്ന് വന്നേ, ലേറ്റായി വന്നത് ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് മൊത്തം ഇതെന്തും അറിയുമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. സോ വിനോദണ്ണനുണ്ട്, ചിരിക്കത്തില്ല സീരിയസ്. പിന്നെ ഇവിടെ നമ്മുടെ കുട്ടപ്പണ്ണനുണ്ട്, അവ്യൂട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ഇപ്പോൾ സമയം 9:50. ഞങ്ങൾ 8:30 പോകാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു. അതെ നമുക്കപ്പോൾ 2 കാറിലായിട്ടാണ് നമ്മൾ പോകുന്നത്. സാമ്പ്രാണിക്കൊടി നമ്മള് 4 പേര് കേട്ടോ കാറില്, അവര് ബാക്കിയുള്ളവരും ആ കാറില്ല. വണ്ടികളൊക്കെ നമ്മുടെ സാമ്പ്രാണിക്കൊടിയിൽ വന്നതാണ് ഗൈസ്. ഇതിനകത്തെല്ലാം ആൾക്കാർ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്ന കേട്ടോ, സ്വയം രക്ഷപ്പെടാന്നൊക്കെ. കടകളൊക്കെ ഉണ്ട്. ഓ വെയിലാട്ടോ. കുട്ടപ്പണ്ണ എന്തേ? അപ്പൊ അതാണ്ട ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. സോ ഗൈസ് ഫൈനലി നമ്മളൊരു തൊപ്പിയൊക്കെ മേടിച്ചിട്ടു. കാരണം ഇവിടെ തൊപ്പി ഇല്ലാതെ പറ്റൂല കേട്ടോ. നമ്മളെല്ലാവരും തൊപ്പി മേടിച്ചിട്ടു. കണ്ടോ നിങ്ങൾക്ക് തൊപ്പി വേണ്ടേ? എന്തമ്മ നമ്മള് ടോട്ടൽ 9 പേരാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കേറാം ഗൈസ്. നമ്മൾ ഇതിനകത്താണ് കേറുന്നത്. ഫൈനലി നമ്മൾ ഇതിനകത്ത് കേറി. എല്ലാരും ഒരു ഹായ് പറ. ഫൈനലി നമ്മൾ ഇറങ്ങി വെള്ളത്തിൽ. അവിടെ ചെരുപ്പിട്ടോണ്ട് ഇറങ്ങിയത്. ഈ വെള്ളത്തിനകത്ത് മീനുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നു. പിന്നെ അവിടെയാണ് ഈ കടകളൊക്കെ കേട്ടോ. ഇങ്ങോട്ട് ആഴം കൂടുതല കണ്ടോ.
അതോ അങ്ങ് ഇരിക്കും കേട്ടോ അത്. നാത്തൂനും കൂടാ. ഇത് ഈ മരത്തിലെ ഫ്രൂട്ടാട്ടോ ഇത്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. അപ്പൊ നമ്മള് അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇനി നമ്മള് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ. അതിരിപ്പന്നെ ഉറങ്ങി. അപ്പൊ നമുക്ക് അങ്ങോട്ട് ചുമ്മാ നടക്കാം. ഇവിടെ എല്ലാരും ഇങ്ങനെ ഫോട്ടോസ്. ഇവിടെ കടയുണ്ട്, ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പേടി ഒറ്റയ്ക്ക് നടക്കാം, അപ്പോഴാ നിന്നെ പിടിച്ചോണ്ട് കിടക്കുന്നത്. സോ ഇവിടെ ഉപ്പിലിടുന്ന സാധനങ്ങളുണ്ട്. വേണ്ട കൈസ്, ഇവിടെ മാങ്ങ അരിയുന്നു. ഇത് ഗോലി സോഡയാണ് കേട്ടോ. അവിടെ അവര് ഫോട്ടോ എടുക്കും കേട്ടോ. കുട്ടപ്പൂച്ചയുടെ കൈ വെച്ച് കുട്ടപ്പണ ചെയ്ത് തരും. കുട്ടപ്പണ എക്സ്പേർട്ട്. ഈ ആന്റി നമുക്ക് എടുത്തു തരും. എല്ലാ അങ്കിളും ഉണ്ട്. ഞങ്ങളുടെ വീട് കാണാം അപ്പുറത്താ. രാവിലെ 9-9:30 ആകുമ്പോൾ വൈകിട്ട് 5:30 ആകുമ്പോൾ ഒതുക്കുമല്ല. 6 മണി കാലുവേദനയാ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്ന വെള്ളം അത് കാരണം വലിയ കുഴപ്പമില്ല. എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ തന്നെ. ശനിയാഴ്ചയും ഞായറാഴ്ചയും നല്ല തിരക്കാം. പിന്നെ ഇവിടെ കാലിന്റെ നടുക്ക്, അഷ്ടമണി കാലിന്റെ നടുക്ക് ഇച്ചിരി ഇറങ്ങി നടക്കാം. മത്സ്യത്തൊഴിലാളികൾ സമ്മതിക്കത്തില്ല. അവരെന്താ ഹൗസ് ബോട്ട് ഇവിടെ വരത്തില്ല. ഹൗസ് ബോട്ട് അവിടെ അടുത്ത്, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തെങ്കിലേ ആളിനെ ഇവിടെ ഇറക്കാൻ പറ്റൂ. നമ്മള് മാങ്ങ മേടിച്ചു കേട്ടോ. എനിക്കൊരു പൈനാപ്പിൾ. എനിക്ക് 2 ഗോലി കിട്ടിയിരിക്കും. നോക്കട്ടെ ഗോലി. പൈനാപ്പിൾ വേണ്ട, ഓരോ ഗോലുണ്ട്. ഞങ്ങളുടെ 2 എന്നാ ഒരു ഗോലി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും വേണം? സൂപ്പർ അല്ലേ ഗൈസ്? പൈനാപ്പിൾ കേട്ടോ. ഫുഡ് കണ്ടപ്പം വ്ളോഗ് ചെയ്യാൻ മറന്നുപോയി. മാങ്ങ ഉപ്പിട്ടത് കൊണ്ട് പൈനാപ്പിൾ ഉപ്പിലിട്ടോ. കുട്ടപ്പണ കഴിക്കും. അദ്രി ഉറങ്ങി. ഗോലി സോഡ കുടിക്കുന്നത് എടുക്കാൻ പറഞ്ഞു കേട്ടോ. ഗോലി സോഡ എന്ന് പറയുന്നത് നമ്മുടെ ഇതിപ്പോ ലെമൺ ഡേയാ, പക്ഷെ ഇവിടെ ഒരു ഗോലി വെക്കും, അതുകൊണ്ടാ ഗോലി സോഡ എന്ന് പേരിട്ട്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഗോലി കണ്ട അകത്തോട്ട് പോവും. അങ്ങനെ നമുക്കിത് കുടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത് വേറെ മര. ഫാമിലി ഫോട്ടോസ് എടുക്കുക. ഇവിടെ അതിരിപ്പന്നെ സുഖം ഉറക്കം. അങ്ങനെ ഇവരിവിടൊക്കെ നിൽക്കുന്നു. സോ ഇവിടെ അവന്തിക്ക് ഭയങ്കര പരാതി ആയിട്ട് അവന്തി ഫോട്ടോ എടുപ്പിക്കുന്നില്ല. സോ അവളെ സിംഗിൾ ഫോട്ടോ എടുക്കുക. ഇവിടെ ഭയങ്കര തിരക്ക്. ഇവിടെ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഐ ലവ് സാമ്പ്രാണിക്കുടി. ഇവിടെ എല്ലാവരുടെയും സിംഗിൾ എടുക്കട്ടെ. ഇവരുടെ 2 പേരുടെ എടുക്കും. അവന്തിയുടെ വീട്ടിന്റെ എന്തുവാടാ 2 പേര് ചത്തിരിക്കുന്ന. ഇച്ചിരി ജീവൻ വേ. ഞാൻ എടുക്കാം. ഗൈസ്, കുട്ടപ്പണ്ണ ഉറങ്ങാൻ പോവാ. ഇത് കറക്റ്റ് അമ്മാവന്മാര് ഉറങ്ങുന്നത്. ബിസിനസ്സാക്കാൻ പോവാന്നോ? അവരെ കാണില്ലേ? അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞ കുട്ടത്തി ചേച്ചി മരപ്പൂറം ഞാൻ ഒന്ന് പറഞ്ഞ ബാഗ് ഇങ്ങ് താഴ്ന്നിട്ടേക്ക്. ഇവരെവിടെ പോയാലും ഇവര് 3 പേര് എടുക്കും. ഇങ്ങോട്ട് നോക്ക്.
ആ കാണാനൊക്കെ പറ്റും. അവിടെ വെയിലത്ത് പോയില്ല ഉണങ്ങട്ട്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. എന്റെ അതിരിപ്പൊന്ന് ഉറങ്ങി. അതിരിപ്പൊൻ പാവം ഉറങ്ങിപ്പോയി. ഗൈസ് 12 മണിയാവാൻ പോന്ന കേട്ടോ. നമ്മള് ഓൾമോസ്റ്റ് ഇറങ്ങാൻ പോവാ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പറയുന്നു. വെള്ളം കുടിക്കട്ടോ. സാമ്പ്രാണിക്കൊടിയൊക്കെ പോയി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാണ്, മറന്നു കേട്ടോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സാമ്പ്രാണിക്കൊടി ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ളോഗ്. ബൈ. இரவும் அல்லாத பகலும் அல்லாத பொழுதுகள் உன்னோடு கழியுமா? தொடவும் கூடாத படவும் கூடாத இடைவெளி எப்போது குறையுமா? உன்னை அன்றி